പാലക്കാട് ചികിത്സാ പിഴവിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിക്ക് സർക്കാർ പ്രഖ്യാപിച്ച പ്രതിമാസ ധനസഹായം മുടങ്ങി. വാർത്ത പുറത്തുവന്നതോടെ വിഷയത്തിൽ ഇടപെട്ടു മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദിനിക്കുള്ള ധനസഹായം കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ വിതരണം ചെയ്യും. ധനസഹായം ഉടനടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണയും വ്യക്തമാക്കി. വിനോദിനിക്കായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പഠനച്ചെലവിനുള്ള പ്രതിമാസ ധനസഹായമാണ് മാസങ്ങളായി മുടങ്ങിയത്. പ്രതിമാസം ലഭിക്കേണ്ട 4000 രൂപ 4 മാസമായി കിട്ടുന്നില്ല. പണം കിട്ടിയത് ആകെ 2 മാസം മാത്രമാണെന്ന് വിനോദിനിയുടെ അമ്മ പ്രസീത. 2 മാസത്തിൽ ഇങ്ങനെ എന്തോ കിട്ടിയതായിരുന്നു. ജനുവരി ഫെബ്രുവരിയിൽ അങ്ങനെ 2 മാസം കിട്ടി. 7 മാസമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു, എന്താണ് ഈ പൈസൻ്റെ കയറിയിട്ടില്ല പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാറിന് ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കയറുള്ളൂ എന്നൊക്കെ പറയണവർ. വാർത്ത പുറത്തു വന്നതോടെ വിഷയത്തിലിടപെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദിനിക്കുള്ള ധനസഹായം കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ധനസഹായം ഉടനടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചെന്ന് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുവാനും ഇനിയുള്ള മാസങ്ങൾ കൃത്യമായ തുക കൊടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഴവ് വരുത്തിയ ഡോക്ടേഴ്സിനെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു. ചെറിയൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. 3 മാസത്തേക്കും പിന്നെ 16,000 രൂപ അങ്ങനെ എന്തോണ് പിഴയിട്ടിരിക്കുന്നത്. എൻ്റെ കുട്ടിൻ്റെ കയ്യാ പോയിരിക്കണം. അപ്പോൾ അതിന് വലിയൊരു സംഭവമായിട്ടാണ് കാണേണ്ടത്. പാലക്കാട് പല്ലശന ഒഴിവുപാറ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വിനോദിനി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.